ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നെയ്മറുടെ കരാർ പുതുക്കാൻ സാന്റോസിന് താല്പര്യമുണ്ട്. 6 മാസത്തേക്ക് കൂടി കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു ഫൈനൽ അഗ്രിമെന്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ മാർക്ക റിപ്പോർട്ട് ചെയ്തത് മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോക്ക് നെയ്മറെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. പക്ഷെ ആ റൂമറിൽ പിന്നീട് പുരോഗതികൾ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് സാന്റോസിന്റെ ഫുട്ബോൾ ഡയറക്ടറായ അലക്സാണ്ട്രെ മാറ്റോസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർക്ക് സാന്റോസിനകത്ത് കോൺട്രാക്റ്റ് പുതുക്കാൻ പണം ഒരു തടസ്സമല്ല എന്നാണ് ഇപ്പോൾ മാറ്റോസ് പറഞ്ഞിട്ടുള്ളത്. അതായത് സാലറി കൂട്ടാൻ വേണ്ടി നെയ്മർ ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട ഡിമാൻഡുകൾ ഒന്നും നെയ്മർ ജൂനിയർ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെയ്മർക്ക് വേണ്ടത് നല്ല ഒരു ടീമിനെയാണ് എന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറുടെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഇവിടുത്തെ പ്രസിഡന്റാണ്. തീർച്ചയായും അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നെയ്മർ സാന്റോസിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ ക്ലബിനകത്ത് ഹാപ്പിയാണ്, സന്തോഷവാനാണ്. പണമല്ല നെയ്മറുടെ പ്രശ്നം. അതൊരിക്കലും ഈ ക്ലബിനകത്ത് നെയ്മർക്ക് ഒരു തടസ്സമായിരുന്നില്ല. മറിച്ച് നെയ്മർക്ക് വേണ്ടത് നല്ല ഒരു ടീമിനെയാണ്. ഞങ്ങൾ ഇവിടെ റീബിൽഡിംഗ് പ്രക്രിയയിലാണ് എന്നുള്ളത് ഇവിടേക്ക് വന്ന സമയത്ത് തന്നെ നെയ്മർക്ക് അറിയാം. കാരണം നേരത്തെ സെക്കൻഡ് ഡിവിഷനിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഞങ്ങൾ കരകയറി വരികയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നെയ്മർ ജൂനിയർ ഇവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കരാർ പുതുക്കാൻ നെയ്മർക്ക് പണം ഒരു തടസ്സമല്ല. ഇതാണ് സാന്റോസിന്റെ ഫുട്ബോൾ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. അതായത് തൻ്റെ ആ ഒരു പഴയ ക്ലബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ സാന്റോസിനകത്ത് തുടരുന്നത്. നേരത്തെ ബ്രസീലിലെ സെക്കൻഡ് ഡിവിഷനിലേക്ക് സാന്റോസ് തരം താഴ്ത്തപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഫസ്റ്റ് ഡിവിഷനിലേക്ക് തന്നെ തിരിച്ചെത്താൻ അവർക്ക് കഴിഞ്ഞു. ഇത്തവണ തരം താഴ്ത്തൽ മേഖലയിലായിരുന്നു സാന്റോസ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നെയ്മർ ജൂനിയർ ആണ് അവരെ അവിടെ നിന്നും രക്ഷിച്ചെടുത്തത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.